ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? അപ്പം ഇന്ന് ഞാൻ ഇന്നലത്തെ ലേസം ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നോമ്പറക്കുമ്പോൾ ബദിരീങ്ങളാണ്ടല്ലേ ഇന്നലെ. അപ്പം ലേസം ഇറച്ചി നിന്ന് എടുത്ത് വെച്ചതിന്. അപ്പം അതാ അന്നൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കട്ടെ വെച്ചിട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കട്ടെ. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഉള്ളി, പച്ചമുളക്, പിന്നെ ചതവൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഉരുളൻകിഴങ്ങ്, കരിവേപ്പില, പിന്നെ ഇത് മൈദപ്പൊടിയിലാട്ടോ ഞാൻ മുക്കി ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് റസ്ക് പൊടിച്ചതാട്ടോ ഞാൻ ഇതിൽ മുക്കിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം ഞാനൊന്ന് ഒരു കണക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കാരണം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചുണ്ട്. അപ്പം ഞാൻ ഇത് മസാലയിൽ നിന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. പിന്നെ ഇപ്പോൾ പണിയൊന്നുമില്ല, മൈദ ലേസം കലക്കിയിട്ട് അതിൽ മുക്കുക, റസ്കിൽ മുക്കുക, പൊരിക്കുക. അപ്പോൾ പല ആൾക്കാരും പല വിധത്തിലല്ലേ ഉണ്ടാക്കുക. അപ്പം ഞാൻ ചിലവർ മുട്ട പൊട്ടിച്ചിട്ട് അതിലട്ട മുക്കിയിട്ട് പൊരിക്കുക. അപ്പം ഞാനതിങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ഒന്ന് കണ്ടോക്കി നിങ്ങൾ. പിന്നെ ഉണ്ടാക്കുമ്പോൾ മൊബൈൽ പിടിക്കാൻ ആരുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ കേട്ടോ നമ്മളെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി ശരിയായിരുന്നോന്ന് അറിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കാതല്ലോ. അപ്പോൾ കുഴപ്പമില്ലാതെ തോന്നുന്നു, തിന്നാലേ അറിയുള്ളൂ, നോമ്പറന്ന് തിന്നാലേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ, രസമുണ്ടല്ലേ നോക്കാനും. അപ്പം നാളെ വേറെ വീട്ടിൽ വരാതിരിക്കും. അസ്സലാമു അലൈക്കും. പിന്നെ ചോറിലേക്ക് മുരിങ്ങാത്താളിപ്പുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്. ഇപ്പം എന്താ ചാടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിന്നില്ല. പിന്നെ തണ്ണിമത്തനും മുന്തിരിയും ഒക്കെ ഉണ്ട് കേട്ടോ, ഓറഞ്ചൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യും കേട്ടോ.